നമസ്കാരം. ഈടി പൂട്ടും, മണിച്ചിത്ര താഴിട്ട് തന്നെ പൂട്ടും. എമ്പുരാൻ വിവാദം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതെ വയ്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മാതാവായ സുരേഷ് കുമാർ കുറച്ച് നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഒക്കെ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. എമ്പുരാൻ പോലെ പാൻ ഇന്ത്യൻ റീച്ച് ഉള്ള ഒരു സിനിമയ്ക്ക്, അതായത് മോഹൻലാലിനെ പോലൊരു നായകൻ, പൃഥ്വിരാജ്, ടോവിനോ, മഞ്ജു വാര്യർ പോലുള്ള മുൻനിര താരങ്ങൾ, കുറച്ച് നടീനടന്മാർ, പോരാഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ വെച്ചുള്ള ചിത്രീകരണം, അങ്ങനെ പൊടി പൊടിക്കുകയായിരുന്നു. ഇതിനെല്ലാം പൈസ വേണ്ടേ? 2024 വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ബോക്സ് ഓഫീസിൽ നിർമ്മാതാക്കൾക്കും ബാക്കി എല്ലാ സിനിമകളും അത് നഷ്ടത്തിലായതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ വലിയ സങ്കടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് സുരേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. എമ്പുരാന്റെ ബഡ്ജറ്റിന്റെ കാര്യമാണ് അദ്ദേഹം അന്ന് ഉന്നയിച്ചത്. ഇത്രയും വലിയ സിനിമ എടുക്കണമെങ്കിൽ ബഡ്ജറ്റിന്റെ കാര്യം ഊഹിക്കാവുന്നതാണല്ലോ. അതുപോട്ടെ, ഇതേപോലെയുള്ള സിനിമകൾ മുമ്പ് വന്നിട്ടുണ്ട്, അതായത് പാൻ ഇന്ത്യൻ റീച്ചുള്ള സിനിമകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാജ്യവിരുദ്ധത അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം തെറ്റായി ചിത്രീകരിച്ച് ഇപ്പോഴുള്ള യുവതലമുറയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത് എന്തിനെന്ന ചോദ്യം വരുന്നുണ്ട്. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും വീണ്ടും സെൻസറിങ്ങിന് അയച്ചാലും ഇതുവരെ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഈ കാര്യം മാത്രമല്ലേ ഓർമ്മ കാണുള്ളൂ. രാജ്യവിരുദ്ധത പ്രചരിപ്പിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ചിത്രം ഇറക്കിയത്, അതോ പ്രീണനമാണോ? ഗുജറാത്ത് കലാപത്തെ വളച്ചൊടിക്കുന്നത് കൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ പ്രയോജനം. ഹലാൽ ഫ്ലാറ്റിന്റെ പരസ്യത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഫ്ലാറ്റ് സമുച്ചയമാണ് ഈ ഹലാൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പരസ്യത്തിൽ പൃഥ്വിരാജ് എന്ന വലിയ നടൻ അഭിനയിച്ചപ്പോഴേ നമ്മൾ സംശയിക്കേണ്ടതായിരുന്നു. SDPI നേതാവ് ഫൈസിയെ അവിടെ ഇരുട്ടുമുറിയിൽ ഇട്ട് ഇഡി ചോദ്യം ചെയ്യുന്ന കാര്യം അറിയാമല്ലോ അല്ലേ? കുറച്ച് കള്ളപ്പണം പരസ്യത്തിൽ അഭിനയിച്ചതിന് താരത്തിനും കിട്ടിക്കാണും. വലിയ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ ഇഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വമ്പിച്ച ഒരു തുക കിട്ടാതെ ഒരു നടൻ ഇതേപോലെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എമ്പുരാന്റെ പിന്നിൽ ദേശവിരുദ്ധ ശക്തികൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സുരേഷ് കുമാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും എമ്പുരാന്റെ പ്രമേയവും കൂട്ടി വായിക്കുമ്പോൾ SDPI, പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ പിറകിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. സിനിമയുടെ വിവാദം തുടങ്ങിയപ്പോഴേ കേന്ദ്രത്തിൽ അഴിച്ചുപണികൾ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ NIA സംഘവും EDയും ഈ ചിത്രത്തിന് പിന്നാലെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രഹസ്യങ്ങൾ കണ്ടെത്താൻ അവർ ഉറപ്പായിട്ടും എത്തും. മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ രാജ്യവിരുദ്ധത വെച്ച് പുലർത്താത്ത ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്തായാലും എമ്പുരാൻ പെട്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.